ഇന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. പാറലേക്കിൽ വെച്ചിട്ടാണ്, ഫാം ഹൗസ് എന്ന്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. കുറച്ച് പോയാൽ മതി, അവിടെ വെച്ചിട്ടാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ വഴി കൂടെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും കയറി കണ്ടിട്ടില്ല. നല്ല രസമില്ല, ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച്. അതിനിടയ്ക്ക് ചേട്ടൻ തിരിഞ്ഞു നോക്കുന്നൊക്കെ പറയുന്നുണ്ടെന്നല്ല. ഞാൻ തിരിഞ്ഞു നോക്കി നടന്ന് ഉള്ളിലേക്ക് കയറി. അങ്ങനെ പെണ്ണിനെ ചെക്കനെയും കാണുന്നില്ല, തുടങ്ങിയിട്ടില്ല. അയൽപ്പക്കക്കാരൊക്കെ കണ്ട്. ഇത് ചേട്ടനാണ്, ചേട്ടൻ്റെ വൈഫാണ്, ചേച്ചിയുടെ മോള്, ചേച്ചി, ഇതൊക്കെ അയൽപ്പക്കക്കാർ, മാമൻ, നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ. നല്ലോണം എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല. ഇത് എൻ്റെ മോള് നിൽക്കണ്. ഇതാരണാവോ അതെനിക്കറിയില്ല. അതിനിടയ്ക്ക് ഞാൻ കൂൾ ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ടാ. കൂൾ ഡ്രിങ്ക്സ് ഒന്നും കുടിച്ചത് എൻ്റെ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല. കണ്ട നല്ല രസമുണ്ട്. ഇതാദ്യമായിട്ട് വരുന്നേരം കൊണ്ട് നമുക്ക് നല്ല അത്ഭുതം. എൻ്റെ അനിയനെ കണ്ട്. ഇവിടെയൊക്കെ നിൽക്കുന്ന എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട്, ബന്ധുക്കൾ, അയൽപ്പക്കക്കാർ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതിലേ പോയാൽ പാപ്പൻ്റെ മോനെ കാണാം. ആൾ ആർമിയിലാണ്, ഒരാഴ്ച ലീവിന് വന്നതാണ്. ഇതാരാണെന്ന് അറിയില്ല, എൻ്റെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു. അങ്ങനെ ചെക്കനെയും പെണ്ണിനെയൊക്കെ കണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. കണ്ട നല്ല രസമില്ലേ, നല്ല ഭംഗിയുണ്ട്. ആദ്യമായിട്ട് കാണണല്ലേ. ഇവിടെ ഒരു ഇരിപ്പിടമുണ്ട്, അവിടെയാണ് കുട്ടിപ്പട്ടാളൊക്കെ വന്ന് ചേക്ക് കഴിക്കുന്നത്. ഉണ്ടോ, അടുത്ത് കുറേ പേരുണ്ട് കേട്ടോ, ഇരിക്കുന്നുണ്ട്. ഉണ്ടോ, നല്ല ഇഷ്ടമായി എല്ലാവർക്കും. ഭയങ്കര കളിയാണ്. എൻ്റെ അനിയത്തിയും ഹസ്ബൻഡുമാണ്. അപ്പുറത്ത് വലിച്ചൻ്റെ മോള്. ഇവിടെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങോട്ടൊന്നും പോകാൻ നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഫുഡൊന്നും കഴിക്കണം, ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ അച്ഛനെ കാണണമായിരുന്നു. ഇവിടെ ഒരു വലിയൊരു ചീരക്കട നിൽപ്പുണ്ടായിരുന്നു. ഞാൻ എടുക്കാൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ചീരക്കട വെട്ടി ഒലത്തിയെന്ന് പറഞ്ഞമ്മ. സോറി കേട്ടോ, ഒലത്തെന്ന് പറഞ്ഞാൽ മെഴുക്ക് വരട്ടി. അതെൻ്റെ അമ്മേനെ കേട്ടാ, എൻ്റെ അനിയത്തിയുടെ മോളാണേ. അതിനിടയ്ക്ക് കുപ്പി താഴെ വീണു. അപ്പോൾ ഞാൻ അകത്തോട്ടൊക്കെ കയറുകയാണ്. കണ്ടോ, ഉമ്മറൊക്കെ അച്ഛൻ വെടുപ്പാക്കിയതാണ്. അച്ഛൻ ചെയ്യിപ്പിച്ചാണ് കേട്ടോ വീട്. നല്ലോണം പുല്ലൊക്കെ ഉണ്ടായിരുന്നു ഉമ്മറത്ത്. ഫ്രിഡ്ജ് പുതിയതൊന്നുമല്ല, പഴയത്. അമ്മായി പണിയെടുക്കുന്നിടത്തുനിന്ന് തന്നാണ് കേട്ടോ ഫ്രിഡ്ജ്. അച്ഛനെ കാണട്ടെ. അച്ഛനോട് കിടക്കേണ്ട, ആൾക്ക് ചെറുതായിട്ടൊരു നെഞ്ഞിന് പ്രയാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ കുറച്ച് ചെമ്മീനൊക്കെ കൊണ്ടു തന്നു. അങ്ങനെ തന്നെ വൈകുന്നേരം ചമ്മന്തി വെച്ച് ചോറുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.